ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ രക്തസാക്ഷി AD 270. വിശുദ്ധ വാലന്റൈൻ കമിതാക്കളുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു. നിരവധി യുവതിയുവാക്കളായ കമിതാക്കളും മുതിർന്നവരും വാലന്റൈൻ തങ്ങളുടെ മധ്യസ്ഥനാണെന്ന് കരുതുന്നു. മധ്യയുഗങ്ങളിൽ ഫെബ്രുവരി 14 വാലന്റൈനിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് ഗായക സംഘടനകളുടെയും നാടോടി പാട്ടുകാരുടെയും സംഗമങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ തിരുനാൾ ഇന്നും ലോകമെമ്പാടും വാലന്റൈൻ ദിനം ആചരിക്കപ്പെടുന്നു. അത് ഒരു ആഘോഷമാണ്. ഇന്നേ ദിവസം സ്നേഹിതർ പരസ്പരം ആശംസകളും സമ്മാനങ്ങളും കൈമാറുന്നു. പക്ഷികളുടെ പ്രജനനകാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നുവെന്ന് സങ്കല്പത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ രണ്ട് പരമ്പരാഗതമായ ആഘോഷങ്ങൾക്കും സാക്ഷാൽ വാലന്റൈനുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. ഫെബ്രുവാത്തോയൂത്തോ എന്ന ദേവിയുടെ ബഹുമാനത്തിനു വേണ്ടി ഫെബ്രുവരി 15 ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പേരുകൾ നറുക്കിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് റോമിൽ ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിൽ തങ്ങൾക്ക് കിട്ടുന്ന പെൺകുട്ടികളെ ആൺകുട്ടികൾ സേവിച്ചിരുന്നു. ദേവിയുടെ ബഹുമാനത്തിനു വേണ്ടി ആൺകുട്ടികൾക്ക് നൽകുന്ന നറുക്കിന് വാലന്റൈൻ എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഈ പതിവ് പൂർണ്ണമായി നിർത്തിവെച്ചതിനു ശേഷം പകരം അനുകരിക്കേണ്ട വിശുദ്ധൻ്റെ പേരെഴുതി കൊടുത്തിരുന്നു. ക്ലൗഡിയൂസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളെ സഹായിച്ചിരുന്ന ഒരു റോമൻ പുരോഹിതനായിരുന്നു വാലന്റൈൻ. പലരെയും രക്ഷപ്പെടുത്താൻ അദ്ദേഹം സഹായിച്ചിരുന്നു. പേർഷ്യയിൽ നിന്ന് റോമിലേക്ക് വന്ന് വിശുദ്ധ മാറിയൂസും കുടുംബവും അദ്ദേഹത്തിൻ്റെ സഹായികളായിരുന്നു. മാറിയൂസിൻ്റെ രക്തസാക്ഷിത്വം ജനുവരി 19 ആചരിക്കപ്പെടുന്നു. അവസാനം വാലന്റൈൻ പിടിക്കപ്പെട്ടു. റോമൻ പ്രീഫെക്റ്റ് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വാലന്റൈനോട് ആവശ്യപ്പെട്ടു. പല സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പ്രീഫെക്റ്റ് കഴിയുന്നതും ശ്രമിച്ചു നോക്കി. അതൊന്നും നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ പ്രീഫെക്റ്റ് വാലന്റൈനെ വടികൊണ്ട് അടിച്ചതിന് ശേഷം തല വെട്ടിക്കളയാൻ ആജ്ഞാപിച്ചു. AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം. റോമൻ നഗര കവാടത്തിൽ നിന്ന് അരമൈലകലെ ഒരു ഭൂഗർഭാലയത്തിൽ അദ്ദേഹത്തിൻ്റെ പൂജാശരീരം അടക്കം ചെയ്യപ്പെട്ടു. 1-ാം ജൂലിയസ് മാർപ്പാപ്പ 4-ാം നൂറ്റാണ്ടിൽ അവിടെ ഭൂമിക്കടിയിൽ ഒരു ബസിലിക്ക പണി കഴിപ്പിച്ചു. പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ ഹോർണിയൂസ് 1-ാമൻ മാർപ്പാപ്പ അത് പുനരുദ്ധരിച്ചു. ആ പള്ളിയുടെ ഭിത്തിയിൽ വാട്ടർ കളറിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഭൂഗർശാലയിലും ഇതുപോലെ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ല. വിചിന്തനം: ഓരോ ദിവസവും ഓരോ വിശുദ്ധൻ്റെ ജീവിതചരിത്രം വായിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ട മാതൃകയെപ്പറ്റിയും വിശിഷ്ട ഗുണങ്ങളെപ്പറ്റിയും ആദരവോടെ ധ്യാനിക്കുക എത്രയോ ഉചിതമാണ്.